ഹലോ ഗായ്സ്, കിടന്നുറങ്ങുന്ന മുതലിനെ കണ്ടോ? അതാണ് ഞങ്ങളുടെ ലക്കി കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ ഏക പെൺതരിയാണ്, ഇപ്പോൾ ഉള്ള ഏക പെൺതരി ഇവളാണ്. പിന്നെ 2 ആൺതരികളുണ്ട്, റോക്കിയും ടൈഗറും. അവന്മാരെ കഴിഞ്ഞാലുള്ള ഏക പെൺതരിയാണ് അവൾ. ഇപ്പം അവൾക്ക് ഒരു സർജറിയൊക്കെ കഴിഞ്ഞ് 1 മാസം 2 മാസമായി. യൂട്രസൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇങ്ങനെ അതിൻ്റേതായ തളർച്ചയും ക്ഷീണങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട്. പിന്നെ അവിടെ കുറച്ച് ഭാഗത്ത് രോമമൊക്കെ കിളിച്ച് വരാനുണ്ട്. സർജറിക്ക് വേണ്ടി രോമമെല്ലാം വടിച്ചായിരുന്നപ്പോൾ അതിൻ്റെ എല്ലാം കിളിച്ച് വരാനുണ്ട്. എന്നാൽ പോലും പുള്ളിക്കാരത്തി ഒരു ചെറിയ ശബ്ദം കേട്ട ആരെങ്കിലും ഗേറ്റിൻ്റെ അടുത്ത് വന്നതായിട്ട് എന്തെങ്കിലും മണം കിട്ടിയാൽ മതി, അവന്മാരെക്കാളും മുമ്പിൽ ഓടിയെത്തുന്നത് അവളായിരിക്കും. അത്രയും ഭയങ്കര ബുദ്ധിമതിയായൊരു പട്ടിക്കുട്ടിയാണ്. പക്ഷേ അസൂയയുടെ കാര്യത്തിൽ അവളെ കഴിഞ്ഞേ വേറൊരാളുള്ളൂ. ഞാനും എൻ്റെ കെട്ടിയവനും കൂടെ കിടന്നിറങ്ങുമ്പോൾ അതിൻ്റെ നടുക്ക് കയറി കിടക്കുക, എന്നെ തള്ളി താഴെ ഇടുക, ഞാനില്ലാത്തപ്പോൾ എൻ്റെ കെട്ടിയവൻ്റെ അടുത്ത് പോയി കിടന്നുറങ്ങുക, ഇതൊക്കെയാണ് ഇവളുടെ ആസ്ഥാന ഹോബി. നിങ്ങളതിന് പറയുക ഗൈസ്, ഇവളെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അതുപോലെ കൊതിയുടെ കാര്യത്തിൽ ഇവളെ കഴിഞ്ഞിട്ടേ വേറൊരാളുള്ളൂ. അത്രയ്ക്കും കൊതിയാണ്. ഞങ്ങൾ കഴിക്കുന്ന ഫുഡൊന്നും കൊടുക്കാറില്ല കേട്ടോ. ഈ സർജറിയൊക്കെ കഴിഞ്ഞ സമയത്ത് ഡോക്ടർ പറഞ്ഞായിരുന്നു, ഇങ്ങനെ നമ്മുടെ ഫുഡ് പട്ടിക്ക് കൊടുക്കരുത്, ഡോഗ്സിൻ്റെ ഫുഡ് മാത്രം കൊടുക്കുക, മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച ഫുഡ് കൊടുക്കാം. പക്ഷെ എന്നാലും ആര് എന്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ പോയി വായിട്ട് നോക്കി നിൽക്കുക എന്നുള്ള ഇവളുടെ മകൻ്റെ ഏറ്റവും വലിയ ഹോബിയാണ്. അപ്പോൾ ഇതാണ് ഗായ്സ് ഞങ്ങളുടെ ലക്കി. എന്താണ് നിങ്ങൾക്ക് ഇവളെക്കുറിച്ചുള്ള അഭിപ്രായം? വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ടാറ്റാ. നമ്മുടെ കുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം. അവളുടെ അവസ്ഥ വളരെ കഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങൾ പേടിച്ചു പോയി സർജറി സമയത്തൊക്കെ ഒരുപാട്. അപ്പോൾ ഇവക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക.